ഈ വീഡിയോ പൂർണ്ണമായും വിദ്യാഭ്യാസപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളതാണ്. ഞങ്ങൾ ആധാർ വിവരങ്ങൾ സൂക്ഷിക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല. ആധാർ സംബന്ധിച്ച എല്ലാ സേവനങ്ങളും അധികൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയോ UIDAI ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മാത്രമേ ചെയ്യാവൂ. ആധാറിന്റെ പുതിയ 3 അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ഓരോ കുടുംബങ്ങളും ഈ ഓരോ അപ്ഡേറ്റുകളും വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഓതന്റിക്കേഷൻ പ്രോബ്ലംസ് ലൈക്ക് സ്കൂൾ, ബാങ്ക് അല്ലെങ്കിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്നിവയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു അപ്ഡേറ്റുകൾ, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിനി എന്തൊക്കെയാണ് ആ ഒരു 3 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് നോക്കാം. ആദ്യത്തേത് കുട്ടികൾക്കുള്ള ഫ്രീ ബയോമെട്രിക് അപ്ഡേറ്റ്. രണ്ടാമത്തേത് പുതിയ PVC ആധാർ കാർഡ് എങ്ങനെ ഓർഡർ ചെയ്യാം. മൂന്നാമത്തേത് ആധാർ വിഷൻ 2032 ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആധാർ സുരക്ഷാ പദ്ധതികൾ. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും എല്ലാ വിവരങ്ങളും UIDAI നിന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ 3 അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്കുള്ള ഫ്രീ ബയോമെട്രിക് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. UIDAI പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് MBU. ഇതിപ്പോൾ കുട്ടികൾക്ക് പൂർണ്ണമായും ഫ്രീ ആയി ലഭ്യമാണ്. ഈ ഒരു സൗകര്യം 2026 സെപ്റ്റംബർ 30 വരെ ഇത് തുടരും. അതുവരെ ഇത് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നതെന്ന് നോക്കാം. ഇൻ കേസ് ഒരു കുട്ടിക്ക് 5 വയസ്സിന് മുമ്പാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഫോട്ടോ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫിംഗർ പ്രിന്റോ ഐറിസോ റെക്കോർഡ് ചെയ്യാറില്ല. അതിന് കാരണം ബയോമെട്രിക് ഡേറ്റ ഈ ഒരു പ്രായത്തിൽ സ്ഥിരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ആദ്യ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ആ ഒരു കുട്ടിക്ക് 15 വയസ്സാകുമ്പോൾ രണ്ടാമത്തെ ബയോമെട്രിക് അപ്ഡേറ്റും നിർബന്ധമായും ചെയ്തിരിക്കണം. മുൻപ് ഇത്തരത്തിൽ ചെയ്യാൻ താമസിച്ചാൽ ഏകദേശം 125 രൂപ വരെ ഫീസ് അടയ്ക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ 5 മുതൽ 17 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് സൗജന്യമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ ഒരു പ്രായപരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അവരോട് ഈ വിവരം പറഞ്ഞു കൊടുക്കുകയും അവരോട് ഉടനെ തന്നെ ഈ ഒരു ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ഇത്രയേറെ അത്യാവശ്യമായി മാറിയതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ബയോമെട്രിക് ഡേറ്റ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ പിന്നീട് ആധാർ ശരിയായി ഓതന്റിക്കേറ്റ് ചെയ്യില്ല. അതായത് ഡാറ്റ മിസ്മാച്ച് ആയി പോകും. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ പ്രശ്നമാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ അഡ്മിഷൻ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ അത് മിസ്മാച്ച് ആവുകയും സ്കൂൾ അഡ്മിഷൻ സമയത്ത് ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുമ്പോഴാണ്. അപ്പോഴും ഇത്തരത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രശ്നമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് പാസ്പോർട്ട് അപേക്ഷിക്കുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് ആധാർ കാർഡ് ആവശ്യമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ അല്ലെങ്കിൽ മിസ്മാച്ച് ആകാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു പ്രശ്നം വരുന്നത് സിം കാർഡ് വെരിഫിക്കേഷൻ സമയത്താണ്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് പ്രശ്നം വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പല സാഹചര്യങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇത് കേൾക്കുന്ന മാതാപിതാക്കളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരോട് ചെയ്യാൻ പറയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും സ്കോളർഷിപ്പിനും അതുപോലെ തന്നെ നമ്മൾ പല സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിലൂടെ ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും നേടാൻ സാധിക്കും. ടേം ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നിങ്ങൾക്ക് നൽകിയാൽ മതിയാകും.
ഇത്തരത്തിൽ പ്രതിമാസം 400 രൂപ മുതൽ 500 രൂപ വരെ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും ഇതിലൂടെ നേടാൻ സാധിക്കും. പോളിസി ബസാർ ഒരു മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പാർട്ട്ണർ ആണ്. നിങ്ങൾക്ക് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടതെങ്കിൽ അതും പോളിസി ബസാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയും നിങ്ങൾ പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നൽകിയാൽ മതിയാകും. ഹെൽത്ത് ഇൻഷുറൻസിലും നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ആണ് ലഭിക്കുന്നത്. പോളിസി ബസാർ വളരെ വിശ്വസനീയമായ ഒരു ഇൻഷുറൻസ് പാർട്ട്ണർ ആണ്. അതുപോലെ തന്നെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാറിലൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പോളിസി ബസാറിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റും അതിന്റെ പ്രധാന പോയിന്റ്സും സവിശേഷതകളും ഒക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ആധാർ PVC കാർഡ്. ഇതിന്റെ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമുള്ള ഒരു പൂർണ്ണമായ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ആധാർ കാർഡിൽ വന്ന അപ്ഡേഷൻസിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. നമുക്കിനി ഇപ്പോൾ ബ്രീഫ്ലി ഇതൊന്ന് പറയാം. എന്താണ് ഈ ഒരു PVC ആധാർ കാർഡ്, എങ്ങനെയാണ് ഇത് എടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു PVC ആധാർ കാർഡ് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഇല്ലേ, ആ ഒരു സൈസിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. നമ്മളുടെ പേഴ്സിലൊക്കെ നമുക്ക് ഇട്ട് നടക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇത് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു PVC ആധാർ കാർഡ് നമ്മളുടെ വീട്ടിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യുന്നു. ഈ ഒരു PVC ആധാർ കാർഡ് നമ്മൾ ലഭിക്കുന്നതിന് നമ്മൾ നൽകേണ്ടത് വെറും 50 രൂപയാണ്. GSTയും അതുപോലെ തന്നെ ഡെലിവറി ചാർജും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു PVC ആധാർ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. UIDAI വെബ്സൈറ്റ് സന്ദർശിക്കുക. ഗെറ്റ് ആധാർ, ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ, എൻറോൾമെന്റ് ID, വെർച്വൽ ID എന്നിവ നൽകുക. അതിനുശേഷം ആ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു OTP ലഭിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു ആധാർ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അതെല്ലാം കൃത്യമാണെങ്കിൽ പേയ്മെന്റ് നൽകി നമുക്ക് ഈ ഒരു ആധാർ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ആധാർ PVC കാർഡ് നമ്മളുടെ വീട്ടിൽ പോസ്റ്റിലൂടെ എത്തുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ 3 അപ്ഡേറ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 അപ്ഡേറ്റുകൾ നമ്മൾ വളരെ വ്യക്തമായി വിശകലനം ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് ആധാർ വിഷൻ 2032. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലെ ഭാവിയിലെ സുരക്ഷാ അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. UIDAIയുടെ ഭാവി ദിശയിലേക്ക് നീങ്ങുന്ന ആധാർ വിഷൻ 2032 എന്ന പദ്ധതി ഇപ്പോൾ നടപ്പാക്കപ്പെടുകയാണ്. ഇത് ശ്രീ നീൽകണ്ഠ് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു ഹൈ ലെവൽ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡിനെ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഗോളായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ആധാർ കാർഡിനെ കൂടുതൽ ആക്യുറേറ്റ് ആയി മാറ്റുക. ആധാർ കാർഡിനെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഫ്യൂച്ചർ പ്രൂഫ് ആക്കി മാറ്റുക. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഉപയോഗിക്കുന്ന പ്രധാന ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വ്യാജ ആധാർ കാർഡ് കണ്ടെത്താനും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഐറിസ് ഓതന്റിക്കേഷൻ കൂടുതൽ കൃത്യമാക്കാൻ ഇതിലൂടെ സാധ്യമാകും. രണ്ടാമത്തെ ടെക്നോളജിയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ബ്ലോക്ക് ചെയിൻ. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ആധാർ ഡേറ്റയെ അനധികൃത ആക്സസിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ടെക്നോളജിയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ക്വാണ്ടം സെക്യൂർ എൻക്രിപ്ഷൻ. ഇതിലൂടെ ഭാവിയിലെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ നിന്നുള്ള സൈബർ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കും. ഇത് വളരെ അത്യാവശ്യമായ ഒരു ടെക്നോളജിയാണ്. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ പഴയ എൻക്രിപ്ഷൻ രീതികൾ പൊളിച്ചെഴുതുവാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്യൂച്ചർ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. UIDAI ഇതിനകം തന്നെ ഈ ഒരു ഭീഷണി മുൻകൂട്ടി കണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആധാർ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്താനും നീക്കം തുടങ്ങി. ഇത്തരത്തിൽ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശക്തമായ സൈബർ സെക്യൂരിറ്റി ലഭിക്കുന്നു. അതുപോലെ തന്നെ വേഗത്തിലുള്ള ഓതന്റിക്കേഷനും സാധ്യമാണ്. അതുമാത്രമല്ല ഭാവിയിലേക്കുള്ള സ്കേലബിലിറ്റിയും ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ആധാർ കാർഡിൽ വരുന്ന 3 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തേത് കുട്ടികൾക്കായുള്ള ബയോമെട്രിക് അപ്ഡേറ്റ്. അത് 2026 സെപ്റ്റംബർ 30 വരെ ഇത് തുടരും. ഫ്രീ ആണ്. ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക.
രണ്ടാമത്തേത് ആധാർ PVC കാർഡ്, അതെങ്ങനെയാണ് നേടേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ആധാർ വിഷൻ 2023, എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് അതിൽ വരാൻ പോകുന്നത്, എന്തൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. അതിന്റെ ഉത്തരമെല്ലാം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയൂ, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ പറയും, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.